ശ്രീ മുരളീധരൻ, താങ്കൾക്കാണ് ഇത്തരത്തിൽ ഒരു പരിക്കേറ്റിരിക്കുന്നത്. പോലീസിന്റെ കമ്പംമേട്ട് CIയുടെ ആക്രമണത്തിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഒരു അതിക്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എന്താണ് ഇത്തരത്തിൽ ഒരു മാസം കഴിഞ്ഞിട്ടും താങ്കൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് അറിയാൻ സാധിക്കുന്നു. എന്താണ് ഇത്തരത്തിൽ പോലീസിൽ പരാതി കൊടുക്കാൻ വൈകിയതാണോ? എന്താണ് താങ്കൾക്ക് അന്ന് നേരിടേണ്ടി വന്നത്? പരാതി കൊടുക്കാൻ പറഞ്ഞാൽ 34 തീയതി വൈകിട്ട് 11 മണിക്ക് നടന്ന സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞ് പരാതി കൊടുത്തു. ഞാൻ ആരോടും പറഞ്ഞില്ല, വീട്ടിലായിരുന്നു ആരോടും പറഞ്ഞില്ല, ഇങ്ങനത്തെ സംഭവമാണെന്ന് പറഞ്ഞില്ല. വീണാന്ന് പറഞ്ഞുള്ളൂ. ഗുരുതരമായി ഒന്നും ഞാൻ പറഞ്ഞില്ല. കാരണം അത് ഞാനല്ല കൊണ്ട് ഞാൻ പറയാതിരുന്നു. അത് കഴിഞ്ഞ് 8 മണി 8-ാം തീയതി 1-ാം തീയതി ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. അവിടെ പല്ലിന്റെ ചികിത്സയും ശരീരത്തിനുണ്ടാക്കി അറിയിക്കുകയും ചികിത്സയൊക്കെ നടത്തി പോരുമായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ CCTV എടുക്കുന്നത് പോലും 8-ാം തീയതിയാണ് ഇത് പോയി ഞാൻ കാണാനിടയായത്. എന്താ സംഭവം എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്നായതുകൊണ്ട് എനിക്ക് ഒരു ഇതായിട്ടില്ല. അങ്ങനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പം ഞാൻ എനിക്കൊരു മോളാണുള്ളത്. മോൾക്ക് ഞാനത് അയച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളെ പറ്റി അല്ലാതെ 8 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത് സംഭവം. പല്ല് പോയി. അതോടൊപ്പം താങ്കൾ കട്ടപ്പന DYSPക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതുവരെയും അതിലൊന്നും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, അല്ലേ? ഞങ്ങൾ ഇതിപ്പോ 16-ാം തീയതി FTRCക്ക് പരാതി കൊടുക്കുന്നത്. ആദ്യം ഇടുക്കിയിലാണ് പരാതി കൊടുക്കുന്നത്. അവിടുന്ന് കട്ടപ്പന DYSP ഓഫീസിലേക്ക് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 23-ാം തീയതി നിങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അന്ന് വൈകിട്ട് 2 പേര് വന്ന് CCTV വന്ന് നോക്കി പോലീസുകാർ വന്ന് നോക്കി നോക്കി കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞു. അത് അന്നേരം പെൻഡ്രൈവിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനത് പിറ്റേ തിങ്കളാഴ്ച 26 പോയിട്ട് 27-ാം തീയതി തിങ്കളാഴ്ച പിന്നെ പെൻഡ്രൈവിലാക്കി 4 മണിക്കൂറത്തെ സംഭവം 9 മണി മുതൽ 1 മണി വരെയുള്ള CCTV ദൃശ്യങ്ങൾ പെൻഡ്രൈവിലാക്കി കൊണ്ടുവന്ന് അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 27-ാം തീയതിയാണ് കൊടുത്തത്. അതിനുശേഷം FTRCക്ക് വിളിച്ചപ്പോൾ അതിനുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, താങ്കൾക്ക് മർദ്ദനമേറ്റതിന് ശേഷം CI നേരിട്ട് താങ്കൾ മർദ്ദനമേറ്റ് താഴെ വീണ് കിടന്നിട്ട് പോലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? പിന്നീടും വന്ന് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. എന്തോ നമുക്കൊരു നാമക്കലൊന്നും ഞാനങ്ങനെ ആരോടും പറഞ്ഞില്ല. എല്ലാവരും CCTV കണ്ടപ്പോഴാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ആശുപത്രി ചിലവ് വഹിക്കാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിരുന്നല്ലോ. പിന്നീട് അത്തരത്തിലുള്ള ഒരു അവർ വന്ന് ഈ ചിലവ് വഹിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നടപ്പിലായിട്ടുണ്ടോ? ഇല്ല. അവര് കൊടുക്കാൻ കുഴപ്പമില്ലാതെ 8-ാം തീയതിക്ക് പൈസ തന്നേക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് ആശുപത്രി ചിലവ് തന്നെയാണ് പൈസ തന്നേക്കാന്ന് പറ്റി വെക്കുന്നതിന് 15,000 രൂപ ആവുന്നത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നേക്കാന്ന് പറഞ്ഞു. പിന്നീട് അവർ പിന്മാറിപ്പോയി. ശരി, നന്ദി. ശ്രീ മുരളീധരനാണ് നമ്മളോട് പ്രതികരിച്ചത്. ബിനീഷ് ആന്റണി